ആൺകുട്ടികളുടെ കയ്യിൽ സേവിങ്സ് ഇല്ലാത്തതിന്റെ മെയിൻ കാരണം എന്താന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ഉച്ചക്ക് ഷമീർക്കും ഫഹദും നല്ല ചോറും അവിയലും വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് സിബി വന്നിട്ട് പറയാം, സ്രോയെ വാടാ നമുക്ക് 2 മാങ്ങ വാങ്ങിയിട്ട് വരാം. ആ പറഞ്ഞ് തികച്ചങ്ങോട്ട് കേട്ടിട്ടില്ല. അപ്പോക്കിന് സ്രോയി മുടി ചെയ്യാൻ തുടങ്ങി. പിന്നെ 3 കൂടി നട്ടപ്പര വെയിലത്ത് ടാക്സി വെയിറ്റ് ചെയ്തില്ലെന്ന്. ഭാഗ്യത്തിന് ടാക്സി വേഗം വന്ന്. പക്ഷെ ടാക്സിക്ക് മിനിമം ചാർജ് 13 ദിർഹം, നാട്ടിലത്തെ ഏകദേശം 300 റുപ്യന്റെ അടുത്ത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഏകദേശം നാട്ടിലത്തെ 600 റുപ്യ വരും. മാങ്ങക്ക് വെറും 4 ദിർഹം, അതായത് നാട്ടിലത്തെ 90 റുപ്യ. ഈ കണക്ക് പറഞ്ഞപ്പോ ഇവന്മാരെ ന്യായീകരണം കേൾക്കണം നിങ്ങൾക്ക്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ മദീന മാള് കയറി. നേരെ ചെന്ന് പച്ച മാങ്ങ എടുത്ത് അനന്തും മണത്ത് നോക്കുന്നുണ്ട്, സിബി നെക്കി നോക്കുന്നുണ്ട്. രണ്ടാളും കൂടെ തീരുമാനത്തിലെത്തി ഇത് പോരാ. പിന്നെ നേരെ സൂക്കുൽ മുബാറക്കിലേക്ക് വെച്ച് പിടിച്ചു. അവിടുന്ന് പെൺകുട്ടികളെ കാണാതിരിക്കാൻ വേണ്ടി കണ്ണും താത്തി നേരെ വെച്ച് പിടിച്ചത് പച്ച മാങ്ങുള്ള സ്ഥലത്തേക്ക്. ഇവിടുന്ന് അനന്ത് മണത്ത് നോക്കണ്, ബാക്കിയുള്ളൊരു നെക്കി നോക്കണ്. അവസാനം തീരുമാനത്തിലെത്തി പോലീസാണ്. ഈ 4 മാങ്ങ വാങ്ങാൻ വന്നല്ലോ. തൂക്കി നോക്കുമ്പോ വെറും 4 ദിർഹം. പിന്നെ ഞങ്ങള് തേങ്ങാപ്പാല് നോക്കുമ്പോ അനന്തൂനെ കാണാനില്ല. അങ്ങനെ നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കാനുള്ള സാധനം ഫുൾ ബഡ്ജറ്റ് പോയി ആനന്ദ്. ഇപ്പൊ മനസ്സിലായ എന്തുകൊണ്ടാണ് ബോയ്സിന്റെ അടുത്ത് പൈസ ഇല്ലാത്തത്. ഇതിനെ മലപ്പുറത്ത് പറയുന്ന ഒരു പേരുണ്ട്, മൂച്ച് പിരാന്ത്. അപ്പൊ നാളെ ഈ മാങ്ങാക്കറിയുമായി സന്ധിക്കും വരേക്കും വണക്കം.